ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരി അരയ്ക്കുകയോ കുതിർക്കുകയോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഈ വട്ടയപ്പം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ചെറിയ ചൂടുള്ള പാല് എടുത്തിട്ടുണ്ട്, ഇളം ചൂടുള്ളത് കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കണം. അപ്പോൾ നമ്മൾ പത്തിരിയും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, നല്ല നൈസായിട്ടുള്ള പൊടി, അത് വേണം നമ്മൾ എടുക്കാനും. നമ്മളിത് അരി കുതിർത്തിയിട്ട് അരച്ചിട്ടല്ല ചെയ്യുന്നത്, അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടില്ലാത്ത സാധാ പച്ചവെള്ളം വേണ്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അരിപ്പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലോണം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കട്ടയില്ലാതെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരിപ്പൊടി നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. എന്നാലേ ഈ അരിപ്പൊടി ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വട്ടയപ്പം നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ പൊടിയൊന്ന് കുറുക്കിയെടുക്കുന്നത്, വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ തിക്കായി വരാൻ തുടങ്ങും. അപ്പോൾ തിക്കായി വന്നിട്ട് ഈ ഒരു പാകിയൊക്കെ ആകുമ്പോൾ നമുക്ക് തീയുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് അരിപ്പൊടി, നമ്മൾ നേരത്തെ കുറുക്കാൻ വേണ്ടിയിട്ട് എടുത്തില്ല, അതേ അരിപ്പൊടി തന്നെയാണത്. 1 കപ്പ് കറക്റ്റ് മെഷർ ചെയ്ത് വെച്ചതാണ് ഞാൻ. അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പുളിപ്പിക്കാൻ വെച്ചിരുന്ന ഈസ്റ്റില്ലേ, അപ്പോൾ ഈ ഈസ്റ്റിൻ്റെ മിക്സ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര സമയമാകുമ്പോഴേക്കും നമ്മുടെ പൊടി കുറുക്കിയത് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ച് നമ്മൾ അരച്ചെടുക്കാം കേട്ടോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി പോകരുത്, കറക്റ്റ് ഒരു നുള്ളു മതി, അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണൊക്കെ ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ പൊടിയില്ല, അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്കായയുടെ പൊടി ചേർക്കുകയാണ് നല്ലത്. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് വേണം. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 കപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ച് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ബാറ്റർ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. ഒന്ന് അരച്ച ശേഷം ബാക്കിയുള്ള 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണിത്. ഇതുപോലെ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്കിത് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. 2 മണിക്കൂർ അടച്ച് വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ലോണം പൊങ്ങി വരും മാവ്. അതാ ഞാൻ പറഞ്ഞത് നല്ല സോഫ്റ്റായിട്ട് വട്ടയപ്പമായിരിക്കും നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് സ്പീഡിൽ മിക്സ് ചെയ്യരുതേ, പതുക്കെ ഒന്നിങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് പാത്രത്തിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഇതുപോലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാണ്ടാണല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് താഴെയാക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അത് തേച്ചിട്ട് ഇതേപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. അത് താഴെയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുശേഷം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ബാറ്റർ, നല്ലോണം പൊങ്ങി വന്നിട്ടുള്ള ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ റെഡിയാക്കിയ ബാറ്റർ കംപ്ലീറ്റ് ഞാൻ ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലൊന്ന് നിരപ്പാവുകയും ചെയ്യും. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ.
ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇഡ്ഡലി തട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ സ്റ്റീം ചെയ്യുന്നത്. ഇഡ്ഡലി പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ മതിയാവും. എന്തായാലും നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള വെള്ളം ഇവിടെ നല്ലോണം തിളക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇറക്കി വെക്കാം. ഇതേപോലെ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് ഇറക്കി വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യണം കേട്ടോ. ഇതിന് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യേണ്ട സാധനങ്ങൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതൊരു മീഡിയം തീയിലിട്ടിട്ട് വേണം സ്റ്റീം ചെയ്യാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അണ്ടിപ്പരിപ്പ് മുകളിൽ ഇങ്ങനെ പൊളിച്ചിട്ട് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അണ്ടിപ്പരിപ്പ് മുന്തിരി, ഇനിയിപ്പോൾ അത് നെയ്യിൽ വറുത്തതാണെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ നെയ്യിൽ വറുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ വെച്ചാൽ ചിലപ്പോൾ ഇത് താഴേക്ക് ഇറങ്ങിപ്പോകും, മുകളിൽ ഇങ്ങനെ ആ ഒരു ഭംഗിയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ 10 മിനിറ്റ് ആകുമ്പോൾ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞ് ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഒരു 25 മിനിറ്റോളം വേണ്ടിവരും ഇതൊന്ന് കുക്കാവാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ്, ഏകദേശം ഒരു അരമണിക്കൂർ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനി ഓപ്പൺ ചെയ്ത് വെക്കാം. തീ ഓഫ് ചെയ്തിട്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഒന്ന് കുത്തി നോക്കാം എന്തെങ്കിലും എടുത്തിട്ട്. അപ്പോൾ ഇത് നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തല്ലോ, തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒരു 3 മിനിറ്റ് കൂടെ ഒന്ന് വെറുതെ ഒന്ന് അടിച്ചു വെക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ അടിച്ചു വെക്കാൻ. അപ്പോൾ ഒരു 3 മിനിറ്റ് അടിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇനി ഈ പാത്രം ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാം. ഈ സ്റ്റീം തിളക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് വെക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കട്ടെ. കുറച്ചൊന്ന് തണുക്കുമ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, ബാക്കിലേക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. ഇതൊന്ന് തിരിച്ചിടാം. നല്ല സോഫ്റ്റായിട്ടുണ്ട് വട്ടയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ. കട്ട് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കിയാലേ നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. പിന്നെ ഇത് നമ്മൾ സ്റ്റീം ചെയ്ത് വേവിക്കായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അരി അരച്ച് ചുടുന്ന അതേപോലെ തന്നെയുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈ വട്ടയപ്പം എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കാം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.